നമ്മുടെ ഇതിന്റെ ഒരു ചരിത്രം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. 2017 ആദ്യമായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരു 2020 മാച്ച്, ഇന്റർനാഷണൽ മാച്ച് നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് പോവാം. അന്ന് ഇന്ത്യയുടെ എതിരാളി ന്യൂസിലൻഡ് ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അന്ന് ആ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു ജയം. 6 റൺസിനാണ് ഇന്ത്യ 2017 ആ മത്സരത്തിൽ ജയിച്ചു കയറിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതേ ടീമാണ്, അതേ ന്യൂസിലൻഡ് ആണ്. അതേ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ ആ രാജ്യമാണ്. ആ ടീമുകൾക്ക് എൻറ്റയർലി മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഇന്ന് വീണ്ടും വരുമ്പോൾ ഒരു തനിയാവർത്തനം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഇനി വീണ്ടും അടുത്ത കളിയിലേക്ക് വന്നു. 2019 നോക്കാം. 2019 അന്ന് ഇന്ത്യയുടെ എതിരാളി വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. കഴിഞ്ഞ 4 കളികളിൽ 3 ജയിച്ച ഇന്ത്യക്ക് ഒരു തോൽവി പിണഞ്ഞിരുന്നെങ്കിൽ അത് ഈ കളിയിലായിരുന്നു. 2019 നടന്ന വെസ്റ്റ് ഇൻഡീസുമായുള്ള മത്സരം, അതിൽ 8 വിക്കറ്റാണ് ഇന്ത്യ തോറ്റത്. അതിനുശേഷം പിന്നീട് ഇന്ത്യ തോറ്റിട്ടില്ല ഗ്രീൻഫീൽഡിൽ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് 2022 അടുത്ത മാച്ച് ഗ്രീൻഫീൽഡിൽ വന്നത്. അന്ന് സൗത്ത് ആഫ്രിക്കയായിരുന്നു. അന്ന് ഇന്ത്യ ജയിച്ചു കയറിയത് 8 വിക്കറ്റിനായിരുന്നു. ഏറ്റവും ഒടുവിൽ 2023 ഇന്ത്യയുടെ അടുത്ത മാച്ച്. ആ മത്സരത്തിൽ ഓസ്ട്രേലിയ ആയിരുന്നു ഇന്ത്യയുടെ എതിരാളി. അന്ന് 44 റൺസിന്റെ ആധികാരിക ജയമാണ് ഇന്ത്യക്കുണ്ടായത് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.